ഇന്ന് നമുക്ക് വൈറ്റ് കോട്ടയിൽ, അതായത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്, അതിനകത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് കളർ ടോൺസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇങ്ങനെ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇനിയും ഉണ്ട് കേട്ടോ, വേറെ ടൈപ്പും ഉണ്ട്, വൈറ്റ് തന്നെ വന്നിരിക്കുന്നതും ഉണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും കാണിക്കാം. റേറ്റും ഞാൻ വീഡിയോ കാണിക്കുന്ന കൂടെ പറയാം കേട്ടോ. ഇത് സാരി നമ്പർ 1 ആണ്. എല്ലാ സാരിക്കും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. വൈറ്റിൽ ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. മുന്താണിയിലേക്ക് വരുമ്പോഴും ആ എംബ്രോയിഡറി വർക്ക് കണ്ടിന്യൂ ചെയ്ത് വരും. പിന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ലോവർ പോർഷനിലാണ് ബോഡിയിൽ വന്നിരിക്കുന്ന വർക്ക്, ലോവർ പോർഷനിലായിരിക്കും. ബാക്കി എല്ലായിടത്തും ബോഡിയിൽ ഫുൾ ആ ഒരു വർക്ക് വരും. ഇതിനകത്ത് നമുക്ക് ബ്ലൗസ് വന്നിരിക്കുന്ന പ്ലെയിൻ വൈറ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ലൈറ്റ് ബ്രൗണോ ഡാർക്ക് ബ്രൗണോ ഒക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ഗ്രീൻ ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1580, സാരി നമ്പർ 1. അടുത്ത സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഒരു പിങ്കിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലേക്ക് വരും. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ, സെയിം ടോണിൽ തന്നെ, ആ വൈറ്റിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു സീ ഗ്രീൻ ആണ്, അതിൻ്റെ അല്പം കൂടെ ഡാർക്കർ ടോണിലേക്ക് വന്നിരിക്കുന്ന ഗ്രീൻ. എന്നിട്ട് ഇവിടെ ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രീൻ. അടുത്തത് വരുന്നത് നമുക്ക് ലാവൻഡർ, ഡാർക്ക് ആൻഡ് ലൈറ്റ് ലാവൻഡർ ടോണിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. ഇനി അടുത്തത് വരുന്നതും സാരി നമ്പർ പറയാൻ മറന്നുപോയി അല്ലേ. ഇത് സാരി നമ്പർ 5. ബാക്കിയൊക്കെ കളർ കാണുമ്പോൾ അറിയാം അല്ലേ. സാരി നമ്പർ 5 അല്ലേ. 5 വരുമ്പോഴും ഇതൊരു അതായത് ഒരു ബ്രൗണും പിങ്കും കൂടെ ചേർന്ന ഒരു ഷെയ്ഡാട്ടോ. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ്. ഇത് സാരി നമ്പർ 6. ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതും വൈറ്റ് കോട്ടയിൽ തന്നെയാണ്. വൈറ്റ് കോട്ടയിൽ ഇത് കണ്ടോ, ബോഡിയിൽ ഇതേപോലെ സെൽഫ് വൈറ്റിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. എന്നിട്ട് അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇതേപോലെ ഒരു നെറ്റ് പാറ്റേണിൽ ഇങ്ങനെയൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ സാരി കേട്ടോ, സാരി നമ്പർ 6. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1250. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ ആ ഒരു സെയിം വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരും. പിന്നെ ഇതിൻ്റെ ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഹാഫ്, അതായത് പ്ലീറ്റ്സ് എടുക്കുന്നിടത്ത് ഹാഫായിട്ടല്ല, ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്ക് തന്നെ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് സെയിം വൈറ്റിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് സാരിയെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സാരി നമ്പർ 6. ഇതിൻ്റെ സാരി നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബോഡിയിൽ വന്നിരിക്കുന്ന വർക്കിന് മാത്രമുള്ള ചെറിയ ഡിഫറൻസസേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അടുത്ത സാരി നമ്പർ 7 വരുമ്പോഴും നമ്മൾ പാറ്റേൺ സെയിം തന്നെയാണ്, ഈ ബോഡിയിൽ വന്നിരിക്കുന്ന വർക്കിൻ്റെ മാത്രം ഡിഫറൻസ്. ഇത് കണ്ടോ, സാരി നമ്പർ 7, ചെറിയ ഈ വർക്കിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഇതാണ് ബോഡിയിൽ വരുന്ന വർക്ക്. സാരി നമ്പർ 8. സാരി നമ്പർ 9 വരുമ്പോഴും ബോഡിയിലെ വർക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. സാരി നമ്പർ 9. സാരി നമ്പർ 10 വരുമ്പോൾ നോക്കിയേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സാരി. ഇതിനകത്ത് ഇത് കോട്ടൺ സാരിയാണ്. കോട്ടണിൽ ഇതേപോലെ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നു. ബ്ലാക്ക് ആപ്ലിക് വർക്ക് അതിൻ്റെ ബോർഡറിലും ബോഡിയിലും വന്നിട്ടുണ്ട്. എന്നിട്ട് മുന്താണിയുടെ 2 എൻഡിലും ഇതേപോലെ കുറച്ചും കൂടെ വലിയ ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫ് പോർഷനിലാണ് ഈ ഒരു ആപ്ലിക് വർക്ക്. ഇതിനകത്ത് പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1250, 1250 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഗുഡ് ഫ്രൈഡേ ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ല സാരിയാണ്. ഇങ്ങനെ വരും.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.